വെൽക്കം ടു മാസ്റ്റർ കി അക്കാഡമി. സോ നമ്മൾ ഫിഷറീസ് ഓഫീസറിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മളൊരു പാർട്ടിൽ ഏകദേശം 25 ക്വസ്റ്റ്യൻസോളം ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പം നമുക്കറിയാം, വെറുതെ ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചു പോകുന്നതല്ലാതെ അതിനകത്ത് വരുന്ന കോൺസെപ്റ്റ്സ് എല്ലാം നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. സോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാം. സോ അതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെക്ഷനിലൂടെ ക്ലിയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിൽ നോക്കിക്കേ. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ടൈപ്പ് ഓഫ് ബാക്ടീരിയ ഈസ് മോർ സെൻസിറ്റീവ് ടു റേഡിയേഷൻ? ഈ റേഡിയേഷൻ എന്ന് വെച്ചാൽ എന്താ? നമ്മൾ റേഡിയേഷൻ കൊടുത്ത് ഏതെങ്കിലും കൈൻഡ് ഓഫ് റേഡിയേഷൻ കൊടുത്തിട്ട് എന്ത് ചെയ്യുക? ഈ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ റേഡിയേഷൻ കൊണ്ട് അർത്ഥം. അപ്പോൾ ഇതിലേത് ബാക്ടീരിയയാണ് സെൻസിറ്റീവ് ടു ഇറാഡിയേഷൻ, ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ളത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്? വിബ്രിയോ ബാക്ടീരിയയാണ് എന്ത് ചെയ്യുന്നത്? ഇറാഡിയേഷൻ കൊണ്ട് പെട്ടെന്ന് നശിച്ചു പോകുന്നത് വിബ്രിയോ ബാക്ടീരിയയാണ്. ബാക്കിയുള്ളവരുടെ കേസ് നോക്കിക്കഴിഞ്ഞാൽ കുറേ ഏറെയൊക്കെ തന്നെ അവരെന്താണ്, വളരെ ഇൻസെൻസിറ്റീവാണ്. പെട്ടെന്നൊന്നും നമുക്ക് ഇറാഡിയേഷനിലൂടെ അവരെ നശിപ്പിച്ച് കളയാൻ പറ്റാത്തവരാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫ്രീസർ യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് ഫ്രോസൺ ബ്ലോക്ക് പ്രോഡക്റ്റ്. അതായത് നമ്മുടെ ഫിഷ് ഇപ്പോൾ ക്യാച്ചിങ് ബൈ ക്യാച്ചൊക്കെ ഒരുപാടായി കഴിഞ്ഞാൽ നമ്മൾ ഈ ഫിഷിനെ എന്ത് ചെയ്താൽ വെക്കാറ്? ഫ്രീസ് ചെയ്താണല്ലേ വെക്കാറ്. അപ്പോൾ ഫ്രീസ് ചെയ്യുന്ന രീതിയിൽ ചിലതൊക്കെ സമയത്ത് നമ്മൾ ഒരു ബ്ലോക്ക് ഓഫ് ഐസിനകത്ത് കുറേ ഫിഷ് എന്നുള്ള രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ചില സമയത്ത് ഇൻഡിവിജ്വൽ ഫിഷായിട്ട് സ്റ്റോർ ചെയ്ത് ഫ്രീസ് ചെയ്ത് വെക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഫ്രോസൺ ബ്ലോക്ക് പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫ്രീസർ ഏതെന്നുള്ളതാണ് ചോദ്യം. അപ്പം നമുക്ക് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് നോക്കിയാലോ. പ്ലേറ്റ് ഫ്രീസർ. പ്ലേറ്റ് ഫ്രീസർ എന്താണ്? ഫ്രോസൺ ബ്ലോക്ക് പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫ്രീസറാണ് പ്ലേറ്റ് ഫ്രീസർ. അത് കഴിഞ്ഞ് നോക്കിക്കേ. ലിക്വിഡ് നൈട്രജൻ ഫ്രീസർ കൂടുതലും ഫാസ്റ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ഫ്രീസിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ ഫ്രീസിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? ലിക്വിഡ് നൈട്രജൻ ഫ്രീസർ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ആരാ? ഇൻഡിവിജ്വൽ ക്വിക്ക് ഫ്രീസർ, IQF എന്ന് പറയും. ഇൻഡിവിജ്വൽ ആയിട്ടുള്ളത് ഉണ്ടാക്കാനാണ്, നോട്ട് ബ്ലോക്സ്. ഓക്കെ, അടുത്ത് വരുന്ന ക്രയോജനിക് ഫ്രീസറാണ്. ഇതും IQFന് വേണ്ടിയിട്ടാണ്, അതായത് ഇൻഡിവിജ്വൽ കുക്ക് ഫ്രീസറിന് വേണ്ടിയിട്ടാണ്, ബ്ലോക്ക് ഫ്രീസറിന് വേണ്ടിയിട്ടല്ല. അപ്പോൾ ഇവർ മൂന്ന് പേരും, അതായത് ലിക്വിഡ് നൈട്രജൻ ഫ്രീസർ, ഇൻഡിവിജ്വൽ ക്വിക്ക് ഫ്രീസർ, ക്രയോജനിക് ഫ്രീസർ എല്ലാം ഇൻഡിവിജ്വൽ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പ്ലേറ്റ് ഫ്രീസർ മാത്രമാണ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? ഫ്രോസൺ ബ്ലോക്ക് പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് പ്ലേറ്റ് ഫ്രീസർ കേട്ടോ. ഓരോരോ പ്ലേറ്റിലായിട്ട് നമ്മൾ ഫിഷസിനെ വെച്ചിട്ട് ഐസ് ബ്ലോക്ക് ആയിട്ടായിരിക്കും നമ്മൾ തിരിച്ചെടുക്കുക. പ്ലേറ്റ് ഫ്രീസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. The formation of dry impervious layer on the surface of the fish preventing the diffusion of water is called. അതായത് നമ്മൾ ഫിഷിനെ എന്ത് ചെയ്യാറുണ്ട്? ഡ്രൈ ചെയ്യാറുണ്ട് അല്ലേ. ഡ്രൈ ചെയ്ത് ഡ്രൈ ഫിഷായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ഡ്രൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പുറം ഭാഗം ഫസ്റ്റ് എന്തായിട്ട് മാറും? വളരെ ഹാർഡായിട്ട് മാറും അല്ലേ. അപ്പം അതിനകത്ത് ഉള്ളിലോട്ട് വാട്ടറൊന്നും ഉള്ളിലോട്ട് കയറാതെ പുറം ഭാഗം വളരെ കട്ടിയുള്ളതായിട്ട് മാറുന്നതിനെ എന്ത് പറയുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്? കേസ് ഹാർഡനിങ്. കേസ് ഹാർഡനിങ് എന്നുള്ളതാണ് ആ പ്രോസസ്സിൻ്റെ പേര്. നോക്കിക്കേ. ദ ഫോർമേഷൻ ഓഫ് ഡ്രൈ impervious layer on the surface of the fish preventing the diffusion of water is called case hardening. Okay, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. Thawing is a steam injected vacuum chamber is comes under. എന്താ തോയിങ്? തോയിങ് എന്താ? നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള, ഓൾറെഡി ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ഒന്നിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫ്രീസറിൽ നിന്ന് മാറ്റി 0 ഡിഗ്രി ടെമ്പറേച്ചറിലോട്ട് അല്ലെങ്കിൽ അതിൻ്റെ നോർമൽ ടെമ്പറേച്ചറിലോട്ട് ആക്കുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? തോയിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ തോയിങ് പ്രോസസ്സ് പല തരത്തിൽ വരാറുണ്ട്. ചിലപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റീൽ പ്ലേറ്റിൽ, അതായത് ഹീറ്റ് സർഫസിൽ അവരെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാറുണ്ട്? തോ ചെയ്തെടുക്കാറുണ്ട്. അതിനെയാണ് കണ്ടക്റ്റീവ് തോയിങ് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് ഹീറ്റ് ഡയറക്റ്റ്ലി പാസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും? തോൻ ചെയ്തെടുക്കുന്നു. മറ്റ് കണ്ടീഷനിലാണെങ്കിൽ ചില സമയത്ത് നോൺ കണ്ടക്റ്റീവ് തോയിങ് ചെയ്യാറുണ്ട്. അതായത് സ്റ്റീം കൊടുത്തുകൊണ്ട്, കറക്റ്റായിട്ട് ഡയറക്റ്റ് ആയിരിക്കത്തില്ല, സ്റ്റീം ആയിരിക്കും നമ്മൾ അവിടെ തോയിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള സ്റ്റീം ഇൻജക്റ്റഡ് വാക്യൂം ചാമ്പർ എന്ന് പറയുമ്പോൾ ഒരു നോൺ കണ്ടക്റ്റീവ് തോയിങ് മെത്തേഡാണ്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ മൂന്നാമത്തെ മെത്തേഡാണ് റേഡിയേറ്റഡ് തോയിങ് മെത്തേഡ്. അതായത് റേഡിയേഷൻ എന്തെങ്കിലും കൊടുത്തുകൊണ്ട് എന്തുണ്ടാകും? തോയിങ് ചെയ്യുന്നതിനാണ് റേഡിയേറ്റഡ് തോയിങ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ 3 തരത്തിലുള്ള തോയിങ് മെത്തേഡ് ഉണ്ട്. കണ്ടക്റ്റീവ് തോയിങ് മെത്തേഡ്,
നോൺ കണ്ടക്റ്റീവ് തോയിങ് മെത്തേഡ് ആൻഡ് റേഡിയേറ്റഡ് തോയിങ് മെത്തേഡ്. അതിൽ സ്റ്റീം ഇൻജക്റ്റഡ് വാക്യൂം ചാമ്പേഴ്സ് യൂസ് ചെയ്യുന്ന എന്താണ്? നോൺ കണ്ടക്റ്റീവ് തോയിങ് മെത്തേഡ് ആണ്. ഓക്കെ, അടുത്ത ക്ലിനോപ്റ്റിയോലൈറ്റ് ഈസ് യൂസ്ഡ് ഇൻ ലൈവ് ഫിഷ് ട്രാൻസ്പോർട്ട് മീഡിയം ഫോർ ദി പർപ്പസ് ഓഫ്. എന്തിനു വേണ്ടിയിട്ടാണ് ക്ലിനോപ്റ്റിയോലൈറ്റ് ഉപയോഗിക്കുന്നത്? എന്താണ് ക്ലിനോപ്റ്റിയോലൈറ്റ്? ഇതൊരു സിയോലൈറ്റ് ആണ് അല്ലേ. സിയോലൈറ്റ് എന്ന് പറയുന്നത് അതായത് നാച്ചുറൽ ഫിൽട്രേഷന് വേണ്ടി അക്വാകൾച്ചറിൽ യൂസ് ചെയ്യുന്ന ഒരു സിയോലൈറ്റ്, അലുമിനിയം സിലിക്കേറ്റ് ആണ്, ഒരു പോറസ് സ്ട്രക്ചർ ആണ്. അതാണ് സിയോലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടായിരിക്കും? റെഡ്യൂസിങ് ദ കോൺസെൻട്രേഷൻ ഓഫ് അമോണിയ. അമോണിയയുടെ കോൺസെൻട്രേഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? സിയോലൈറ്റ് അഥവാ ക്ലിനോപ്റ്റിലൈറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ റെഡ്യൂസിങ് കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽ, അതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? എയറേറ്റ് ചെയ്താൽ മതിയല്ലേ, ഓക്സിജൻ കൊടുത്താൽ മതിയല്ലോ. അതുപോലെ ഓക്സിജൻ ലെവൽ കൂട്ടാൻ വേണ്ടി എയറേറ്റേഴ്സ് യൂസ് ചെയ്താൽ മതി. ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഐസ് ബാഗ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ റെഡ്യൂസിങ് കോൺസെൻട്രേഷൻ ഓഫ് അമോണിയ എന്നുള്ള പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് ക്ലിനോപ്റ്റിയോലൈറ്റ് എന്ന് പറയുന്ന സിയോലൈറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, റെഡ്യൂസിങ് ദ കോൺസെൻട്രേഷൻ ഓഫ് അമോണിയ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഇതൊരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെയും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അസേർഷൻ എന്താന്ന് നോക്കിക്കേ. ഇൻ കാനിങ് പ്രോസസ് ആഫ്റ്റർ ഫില്ലിംഗ് ദ മെറ്റീരിയൽ എക്സ്ഹോസ്റ്റിംഗ് മസ്റ്റ് ബി ഡൺ. എന്താണ് പറഞ്ഞിട്ടുള്ളത്? കാനിങ് പ്രോസസ്സിൽ ഒരു ഫുഡിനെ ക്യാൻ ചെയ്യുന്ന സമയത്ത് എക്സ്ഹോസ്റ്റിംഗ് ചെയ്യും അല്ലേ, അതിനകത്തുള്ള എയർ എല്ലാം എന്ത് ചെയ്യും? റിമൂവ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ എന്താണ്? റീസൺ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ടു പ്രിവെന്റ് ദ ഓക്സിഡേഷൻ ഓഫ് ഫാറ്റ് ആൻഡ് കൺസിക്വന്റ് ഡിറ്റീറിയേഷൻ. അതായത് ഓക്സിഡേഷൻ നടക്കാതെ അതിനകത്തുള്ള ഓക്സിജൻ ഒക്കെ റിമൂവ് ചെയ്യുന്നത്, അതിൽ ഓക്സിഡേഷൻ നടന്ന് ഫ്രീക്വൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഡിറ്റീറിയേഷൻ ഒന്നും നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഒരു കാനിനകത്ത് എയർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവിടെ റാൻസിഡിറ്റി സംഭവിക്കും അല്ലേ. അതായത് അതിനകത്തുള്ള ഫാറ്റി ആസിഡ് എല്ലാം ഓക്സിഡൈസ് ആവുകയും ഒരു ഫോൾ സ്മെല്ലൊക്കെ വരും, നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് എത്തും. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ടാണ് ക്യാനിങ്ങിൽ എന്ത് ചെയ്യുന്നത്? എക്സ്ഹോസ്റ്റിംഗ് മസ്റ്റ് ബി ഡൺ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ് ഉത്തരം? ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ. ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഡാഷ് മെത്തേഡ് യൂസ്ഡ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഓർണമെന്റൽ ഫിഷ്. ഇതിൽ താഴെ തന്നിട്ടുള്ളതിൽ ഓർണമെന്റൽ ഫിഷിന്റെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? പ്ലാസ്റ്റിക് ബാഗ് മെത്തേഡാണ് കേട്ടോ. ഓർണമെന്റൽ ഫിഷിന്റെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് ബാഗാണ്. ടാങ്ക് മെത്തേഡ് യൂസ് ചെയ്യുന്നത് അടുത്തുള്ള പ്രദേശങ്ങളിലേക്കായിട്ടായിരിക്കും. വളരെ പെട്ടെന്ന് അടുത്ത് എവിടെയെങ്കിലും കൊണ്ടുപോകാനുണ്ടെങ്കിലൊക്കെ ആയിരിക്കും ടാങ്ക് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. വാട്ടർ മെത്തേഡ് യൂസ് ചെയ്യുന്ന ഹാർഡി ഫിഷസുകൾക്ക് വേണ്ടിയിട്ടായിരിക്കും. ഹാർഡി ഫിഷസ് ആണെങ്കിൽ വാട്ടർലെസ് മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്സിജനേറ്റഡ് കണ്ടെയ്നേഴ്സ് എന്ന് പറയുമ്പോൾ വളരെ ദൂരത്തിലോട്ടൊക്കെ കൊണ്ടുപോകാനാണെങ്കിൽ ഓക്സിജനേറ്റഡ് കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അത് എന്ത് തരം ഫിഷ് ആയാലും, ഒരു സ്പെസിഫിക് ഫിഷ് ഒന്നുമില്ല. അപ്പോൾ പ്ലാസ്റ്റിക് ബാഗ് മെത്തേഡാണ് കൂടുതലും എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? ഓർണമെന്റൽ ഫിഷസിൻ്റെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ പ്ലാസ്റ്റിക് ബാഗ് മെത്തേഡ്. ടോക്സിസിറ്റി ഇൻ ഫുഡ് കോസ്ഡ് ബൈ പാക്കേജിങ് മെറ്റീരിയൽസ് ആർ. അതായത് പാക്കേജിങ് മെറ്റീരിയൽ, അതായത് നമ്മൾ ഫുഡ് പാക്കേജ് ആയിട്ട് യൂസ് ചെയ്യുകയാണ്. അപ്പോൾ പാക്കേജിങ് മെറ്റീരിയൽ കൊണ്ട് എന്തൊക്കെ റീസൺസ് അല്ലെങ്കിൽ എന്ത് ടോക്സിസിറ്റി ആയിരിക്കും ഇതിനുണ്ടാവുക, നമ്മുടെ ആ ഫുഡിനുണ്ടാവുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. എന്തായിരിക്കും സംഭവിക്കുക? മൈഗ്രേഷൻ ഓഫ് ടോക്സിക് സബ്സ്റ്റൻസ് ആയിരിക്കും അല്ലേ. ആ ഒരു പാക്കേജിങ് മെറ്റീരിയലിലുള്ള എന്തെങ്കിലും ഒരു കെമിക്കൽ ഉണ്ടെങ്കിൽ അത് ആ ഫുഡിലോട്ട് മൈഗ്രേറ്റ് ചെയ്തിറങ്ങാനുള്ള ചാൻസ് കൂടുതലാണ്. അതാണ് എന്ത് ഈ പാക്കേജിങ് മെറ്റീരിയൽ കാരണം ഉണ്ടാകുന്ന ഫുഡിലുണ്ടാകുന്ന ടോക്സിസിറ്റി എന്നുള്ളത്. ഓക്കെ, മൈഗ്രേഷൻ ഓഫ് ടോക്സിക് സബ്സ്റ്റൻസസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് ആർ പാർഷ്യലി എലിമിനേറ്റഡ് അറ്റ് ഫ്രീസിംഗ് ടെമ്പറേച്ചർ ഓഫ്. അതായത് സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ്. നമ്മുടെ ഫിഷ് ഫുഡിലൊക്കെ അല്ലെങ്കിൽ ഫിഷ് റിലേറ്റഡ് ഫുഡ് മെറ്റീരിയൽസിലൊക്കെ എപ്പോഴും ഇൻഫെക്റ്റഡ് ആവാൻ ചാൻസ് ഉള്ളൊരു പാത്തജനാണ്, വാട്ടർ പാത്തജനാണ് എന്തെന്ന് പറയുന്നത് സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏത് ടെമ്പറേച്ചറിലാണ് അവരെ എന്ത് ചെയ്യാൻ പറ്റുക? കില്ല് ചെയ്ത് കളയാൻ പറ്റുക അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ചോദ്യം. ആൻസർ എന്താ വരുന്നത്? -40 ഡിഗ്രി സെൽഷ്യസ് ആണ്. -25 ഡിഗ്രി സെൽഷ്യസിലൊക്കെ ഒരു മോഡറേറ്റ് എമൗണ്ടിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ
എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ കംപ്ലീറ്റ് ആയിട്ടൊന്നും പറ്റത്തില്ല. -80°C ഒരു റിയാക്ഷനും ഉണ്ടാവത്തില്ല, അവർക്കൊന്നും സംഭവിക്കത്തില്ല. പക്ഷെ -190° സമയത്ത് അവരവിടെ ക്രയോ പ്രിസർവ് ആണ് ആവുന്നത്. അതായത് അവർ എലിമിനേറ്റ് ആവത്തില്ല, പകരം ക്രയോ പ്രിസർവേഷൻ സംഭവിക്കും. അപ്പോൾ അവർക്കൊരു സ്യൂട്ടബിൾ ടെമ്പറേച്ചർ വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? വീണ്ടും ആക്റ്റീവായിട്ട് പ്രവർത്തിക്കും. സോ -40°C നമുക്ക് സ്റ്റെഫൈലോകോക്കസ് ഓറിയസിനെ എന്ത് ചെയ്യാൻ പറ്റുക? പാർഷ്യലി എലിമിനേറ്റ് ചെയ്യാൻ പറ്റാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഡാഷ് ഈസ് എ ബാക്ടീരിയ റെസ്പോൺസിബിൾ ഫോർ ദി സ്പോയിലേജ് ഇൻ കാനിങ് ഓഫ് ഫിഷറി പ്രോഡക്ട്സ്. ഫിഷറി പ്രോഡക്ട്സ് കാനിങ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ സ്പോയിലേജ് നശിപ്പിച്ച് കളയുന്ന ബാക്ടീരിയ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓർത്ത് വയ്ക്കുക, ബോട്ടിലിനം, ക്ലോസ്ട്രിഡിയം ബോട്ടിലിനം. മറ്റുള്ളതും എന്ത് പറയുക, ഈ റെസ്പോൺസിബിൾ ആണ്, സ്പോയിലേജിന് റെസ്പോൺസിബിൾ ആണ്, പക്ഷെ ഒരിക്കലും ക്യാൻ ഫുഡിൽ വരാറില്ല. ക്യാൻ ഫുഡിൽ എപ്പോഴും വരുന്നത് ക്ലോസ്ട്രിഡിയം ബോട്ടിലിനോ ആണ്. ഭയങ്കര ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണ്. ഒരു ഹീറ്റ് കൊടുത്തെന്നും പറഞ്ഞിട്ടൊന്നും അവരെന്ത് ചെയ്യത്തില്ല, നശിച്ചു പോകത്തില്ല. സോ ഓർത്ത് വയ്ക്കുക, ബാക്ടീരിയ റെസ്പോൺസിബിൾ ഫോർ സ്പോയിലേജ് ഇൻ കാനിങ് ഓഫ് ഫിഷറി പ്രോഡക്ട്സ്, ക്ലോസ്ട്രിഡിയം ബോട്ടിലിനം. ഓക്കെ, നോക്കിക്കേ. മോണോസൈറ്റോജെനിസിസ് കണ്ടാമിനേഷൻ ഈസ് റെഫ്രിജറേറ്റഡ് ഫുഡിൽ എന്ത് ചെയ്യാൻ സ്പോയിലേജ് വരാൻ കാരണമാകാറുണ്ട്. മോണോസൈറ്റോജെനിസിസ്. ഈ കോളെ, എഷറേഷ്യ കോളെ എന്ത് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്റർ ഓർഗാനിസം ആണ്. അത് ഹീറ്റിലൊന്നും സർവൈവ് ചെയ്യുന്ന ആളൊന്നുമല്ല. അതുപോലെ സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് ടോക്സിൻ മേ സർവൈവ് ഹീറ്റ്, ബട്ട് ബാക്ടീരിയ എന്ത് ചെയ്യും? നശിച്ചു പോകാറാണ് പതിവ്. പക്ഷെ ക്യാൻസലൊന്നും എന്ത് ചെയ്യാറില്ല, സ്പോയിലേജ് കോസ് ചെയ്യാറില്ല. ഇതാണ് ബാക്കിയുള്ളവരുടെ പ്രത്യേകതകൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇൻ പ്ലാന്റ് പ്രോസസ് ഹാസ് റെസ്പോൺസിബിലിറ്റി ടു ഓവർസീ ആൻഡ് എൻഷുവർ സ്പെസിഫിക്കേഷൻ ഓഫ് പ്രോഗ്രസ്. അതായത് എന്താ അവിടെ സംഭവിക്കുന്നത്? ഒരു പ്ലാന്റിൽ, ഫിഷിൻ്റെ അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും ഒരു പ്ലാന്റിൽ അവിടെ എല്ലാ പ്രോഗ്രസ്സും കറക്റ്റായി നടക്കുന്നുണ്ടോ? അവിടെ എല്ലാം കറക്റ്റായിട്ടാണോ നടക്കുന്നത്? കറക്റ്റ് ക്വാളിറ്റിയിലുള്ള പ്രോഡക്റ്റ് ആണോ നടക്കുന്നത്, ഫോം ചെയ്യുന്നത് എന്നൊക്കെ കറക്റ്റായിട്ട് അനലൈസ് ചെയ്യുന്ന ആ റെസ്പോൺസിബിലിറ്റിയെ എന്തെന്നാണ് പറയുന്നതെന്നാണ് ചോദിക്കുക. എന്തെന്നാണ് പറയുന്നത്? ക്വാളിറ്റി അഷ്വറൻസ്. നോക്കിക്കേ, റെസ്പോൺസിബിലിറ്റി ടു ഓവർസീ ആൻഡ് എൻഷുവർ സ്പെസിഫിക്കേഷൻ ഓഫ് പ്രോഗ്രസ് ആയിട്ട് കൃത്യമായിട്ട് വർക്ക് നടക്കുന്നുണ്ടോ? വർക്ക് നടക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കറക്റ്റായിട്ടുള്ള രീതിയിലാണോ പ്രോസസ്സിംഗ് ഒക്കെ പ്ലാന്റിൽ നടക്കുന്നത് എന്ന് കൃത്യമായിട്ട് എൻഷുർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ക്വാളിറ്റി അഷ്വറൻസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫുഡ് സേഫ്റ്റി കൺട്രോൾ സിസ്റ്റം എൻഷുർ ആ യൂണിറ്റ് ഓപ്പറേഷൻ ഓഫ് എ പ്രോസസ് ആർ സോ കൺട്രോൾഡ് ടു പ്രിക്ലൂഡ് എനി ഹെൽത്ത് ഹസാർഡ് ഈസ് നോൺ ആസ്. അതായത് ഒരു പ്രോസസ്സിൽ നടക്കുന്ന സമയത്ത് അവിടെ ഒരു ഹെൽത്ത് ഹസാർഡും നടക്കാൻ പാടില്ല എന്ന് ഫുഡ് സേഫ്റ്റി കൺട്രോൾ സിസ്റ്റം എൻഷുർ ചെയ്യാറുണ്ട്. ആ സിസ്റ്റത്തിന് എന്താ പറയുന്നതെന്നാണ് HACCP. HACCP. നോക്കിക്കേ, HACCP, ഹസാർഡ് അനാലിസിസ് ആൻഡ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ് എന്നാണ് പറയുന്നത്. ഫുഡ് സേഫ്റ്റി ഓർഗനൈസേഷൻ ഓരോ പോയിന്റിലും വെച്ചിട്ട്, ഓരോ സ്റ്റേജിലും ഓരോ പോയിന്റിലും വെച്ചിട്ട് എന്തെങ്കിലും ഹസാർഡ്സ് നടക്കുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? വീണ്ടും അത് ആദ്യം മുതലേ സ്റ്റാർട്ട് ചെയ്യണം. അതാണ് ഈ ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്നുകൊണ്ട് പറയുന്നത്. ഹസാർഡ് അനാലിസിസ് ആൻഡ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഡാഷ് ലിറ്ററലി മീൻസ് ദ ഡിഗ്രി ഓർ ഗ്രേഡ് ഓഫ് എക്സലൻസ് ഓഫ് തിങ് ഓർ ഡിസ്റ്റിങ്ക്റ്റീവ് ആട്രിബ്യൂട്ട് ഓർ ക്യാരക്ടറിസ്റ്റിക് ട്രൈറ്റ്സ്. എന്താ പറയുന്നത്? ഡിഗ്രി അല്ലെങ്കിൽ ഗ്രേഡിന് നമ്മൾ എന്താ പറയുന്നത്? അറിയാല്ലേ, ക്വാളിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രാക്ടീസസ് ആർ ഇൻ എഗ്രിമെൻറ്റ് വിത്ത് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗാനിക് അക്വാകൾച്ചർ? ഇതിലേതാണ് ഓർഗാനിക് അക്വാകൾച്ചറിൻ്റെ പ്രിൻസിപ്പിളായിട്ട് വരുന്നതെന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് നോക്കിക്കേ, കൺസർവേഷൻ ഓഫ് സോയിൽ. അത് വരുമല്ലോ. സോയിൽ എപ്പോഴും കൺസർവ് ചെയ്യണം. അക്വാകൾച്ചർ നടക്കുന്ന സമയത്ത് ഒരു വേസ്റ്റ് പ്രോഡക്റ്റ് പോലും എന്തിൽ വരാൻ പാടില്ല? സോയിലിൽ വരാൻ പാടില്ല. രണ്ടാമത്തേത് എന്താ? അവോയ്ഡൻസ് ഓഫ് ടോക്സിക് സബ്സ്റ്റൻസസ് വിത്ത് നെഗറ്റീവ് ഇമ്പാക്റ്റ്.
ടോക്സിക് സബ്സ്റ്റൻസ് എല്ലാം എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. മൂന്നാമത്തെ എന്താ, എക്കോസിസ്റ്റം ഇൻ ഫീഡ്. കറക്റ്റായിട്ടുള്ള ഫീഡ് കൃത്യമായിട്ടുള്ള എക്കോസിസ്റ്റംസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് എന്താ, അവോയ്ഡൻസ് ഓഫ് ആൻറ്റിബയോട്ടിക്സ് ഇൻ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിസീസ്. ഡിസീസ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യാൻ പാടില്ല, നമ്മുടെ ആൻറ്റിബയോട്ടിക്സ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ 3 പോയിന്റ്സ് ആണുള്ളത്. എന്തൊക്കെയാണ്, കൺസർവേഷൻ ഓഫ് സോയിൽ, അവോയ്ഡൻസ് ഓഫ് ടോക്സിക് സബ്സ്റ്റൻസസ് വിത്ത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓൺ എക്കോസിസ്റ്റം ഇൻ ഫീഡിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റും വരാൻ പാടില്ല. അതുപോലെ അവോയ്ഡൻസ് ഓഫ് ആൻറ്റിബയോട്ടിക്സ്, ട്രീറ്റ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്യാൻ പാടില്ല. ഇതെല്ലാം തന്നെ എന്തിൽ വരുന്നതാണ്, പ്രിൻസിപ്പിൾ ആണല്ലേ, ഓർഗാനിക് അക്വാകൾച്ചറിൻ്റെ പ്രിൻസിപ്പിൾ. സോ all of the above. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അക്വാ ഹസ്ബൻഡറി ഫൈൻഡ് ഇറ്റ്സ് ഏർലിയസ്റ്റ് മെൻഷൻ ഇൻ ട്രീറ്റേഴ്സ് ഓഫ് ഫിഷ് കൾച്ചർ റിട്ടൺ ബൈ. അപ്പോൾ അക്വാ ഹസ്ബൻഡറി എന്നൊരു ടേം ട്രീറ്റേഴ്സ് ഓൺ ഫിഷ് കൾച്ചർ എന്ന് പറയുന്ന ഒരു ബുക്കിലാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഒരു ചൈനീസ് ബുക്കാണ് അക്വാ ഹസ്ബൻഡറി ട്രീറ്റേഴ്സ് ഓൺ ഫിഷ് കൾച്ചർ. ഇത് എഴുതിയത് ആരെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ്, ഫാൻലിയാണ് ട്രീറ്റേഴ്സ് ഓൺ ഫിഷ് കൾച്ചർ എന്നൊരു ചൈനീസ് ബുക്ക് എഴുതിയത്. അതിലാണ് അക്വാ ഹസ്ബൻഡറി എന്നുള്ളൊരു ടേം ആദ്യമായിട്ട് കോയിൻ ചെയ്തത്. ഓക്കെ, 3 ക്വസ്റ്റ്യൻ ആണ്. അക്വാ ഹസ്ബൻഡറി എന്ന ടേം കോയിൻ ചെയ്തത് എന്തിലാണ്, ട്രീറ്റേഴ്സ് ഓൺ ഫിഷ് കൾച്ചർ. ഇതെന്ത് ബുക്കാണ്, ഒരു ചൈനീസ് ബുക്കാണ്. എഴുതിയത് ആരാണ്, ഫാൻ ലീ. ഓക്കെ, കൾച്ചർ ഓഫ് ബ്ലൂ മസൽസ്, മൈറ്റിലെസ് സ്പീഷീസ് ആണ്, മസൽസ് ആണ്. ഇൻ എ റോ ഓഫ് ബ്രാഞ്ചസ് ഓഫ് ട്രീ ഓർ വുഡൻ പോൾസ്. വുഡൻ പോൾസിൽ നമ്മുടെ മൈറ്റിലെസ് ചിപ്പി പോലത്തെ ഉള്ളതാണ്, സ്പീഷീസ് ആണ്. മസൽ വളർത്തുന്നതിന് എന്ത് കൾച്ചർ എന്നാണ് പറയുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിന് ഇത്തരത്തിൽ ഇതുപോലുള്ള പോൾസിൽ, മരത്തടികളിൽ മൈറ്റിലെസ് വളർത്തുന്നതിന് എന്താ പറയുന്നത്, ബൗച്ചറ്റ് കൾച്ചർ സിസ്റ്റം. റാഫ്റ്റ് എന്ന് പറയുമ്പോൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന എന്തിലെങ്കിലൊക്കെ വളർത്തുന്നതാണ് റാഫ്റ്റ് കൾച്ചർ. റോപ്പ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ തൂക്കിയിട്ട കയറുകളിൽ മസിൽ വളർത്താറും, അതാണ് റോപ്പ് കൾച്ചർ സിസ്റ്റം. ഇതാണ് ബൗച്ചറ്റ് കൾച്ചർ സിസ്റ്റം. ലോഗോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രീ ലോഗ്സ് ഒക്കെ കുത്തനെ നിർത്തി അതിൽ മൈറ്റിലെസ് സ്പീഷീസിനെ വളർത്തുന്നതാണ് ബൗച്ചറ്റ് കൾച്ചർ സിസ്റ്റം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇൻ്റഗ്രേറ്റഡ് മൾട്ടി ട്രോഫിക് അക്വാകൾച്ചർ, IMTA. എന്താണ്, ഇൻ്റഗ്രേറ്റഡ് മൾട്ടി ട്രോഫിക് അക്വാകൾച്ചർ ഈസ് എൻ എക്കോസിസ്റ്റം ബേസ്ഡ് അപ്രോച്ച് ഫോർ അഡ്രസ്സിങ് ദ ഇഷ്യൂ ഓഫ് വേസ്റ്റ് ജനറേറ്റഡ് ബൈ അക്വാകൾച്ചർ. അക്വാകൾച്ചർ ജനറേറ്റ് ചെയ്യുന്ന വേസ്റ്റിന് ആ ഇഷ്യൂ അഡ്രസ്സ് ചെയ്യുന്ന ഒരു എക്കോസിസ്റ്റം ബേസ്ഡ് അപ്രോച്ചാണ് ഇൻ്റഗ്രേറ്റഡ് മൾട്ടി ട്രോഫിക് അക്വാകൾച്ചർ എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഫോർ IMTA? ട്രൂ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കിക്കേ, കാർണിവോറസ് ഫിഷസ് ക്യാൻ ബി ഗ്രോൺ ഇൻ IMTA. ഇത് കറക്റ്റ് ആണല്ലേ, കാർണിവോറസ് ഫിഷസ് എല്ലാം ഗ്രോ ചെയ്യാം, IMTA വളർത്താവുന്നതാണ്, അത് കറക്റ്റ് ആണ്. ഫോർമുലേറ്റഡ് ഫീഡ്സ് ആർ നോട്ട് യൂസ്ഡ് ആണോ, അല്ല, എല്ലാം യൂസ് ചെയ്യാറുണ്ട്. സോ ഇത് ഫാൾസ് ആണ്. മൊളൂസ്ക് കനോട്ട് ബി ഗ്രോൺ ഇൻ IMTA. മൊളൂസ്ക് വളർത്താവുന്നതാണ്, അപ്പോൾ ഇത് ഫാൾസ് ആണ്. നൺ ഓഫ് ദി എബോ. അപ്പോൾ സോ ഇതിലെന്താ ഉത്തരം വരിക, നൺ ഓഫ് ദി എബോ ആണ്. ഇത് കറക്റ്റായിട്ട് ഒന്നും കൊടുത്തിട്ടില്ല. ഫീഡ്സ് എന്ത് ചെയ്യാം, വളർത്താം, ഫീഡ്സ് നമുക്ക് കൊടുക്കാം, അതുപോലെ മുള്ളസ്കിനെ വളർത്താം, അതുപോലെ തന്നെ കാർണിവോറസ് ഫിഷിനെയും വളർത്താം. അപ്പോൾ കറക്റ്റായിട്ടൊന്നും അല്ല, ട്രൂ ആയിട്ടൊന്നും ഒരു സ്റ്റേറ്റ്മെൻറ്റും ഇല്ല. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് മൾട്ടി ട്രോഫിക് അക്വാകൾച്ചർ എക്കോസിസ്റ്റം ബേസ്ഡ് അപ്രോച്ചിൽ എന്തൊക്കെയുണ്ട്, കാർണിവോറസ് ഫിഷിനെ നമുക്ക് IMTA വളർത്താം, അതുപോലെ തന്നെ ഫോർമുലേറ്റഡ് ഫുഡ് യൂസ് ചെയ്യാം, അതുപോലെ മൊളൂസ്കിനെ എന്ത് ചെയ്യാം, IMTA വളർത്താം. അതാണ് പോയിന്റ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. പാസീവ് ഇൻ്റഗ്രേറ്റഡ് ട്രാൻസ്പോർട്ടർ ടാഗിൻ്റെ കാര്യമാണ് പറയുന്നത്. ഹാവ് ബിക്കം എ പോപ്പുലർ ടൂൾ ഇൻ സെലക്റ്റീവ് ബ്രീഡിംഗ് ഓഫ് ഫിഷസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ അബൌട്ട് PIT ടാഗ്? അതായത് പാസീവ് ഇൻ്റഗ്രേറ്റഡ് ട്രാൻസ്പോർട്ടേഴ്സ് ടാഗാണ്. നമ്മുടെ ഫിഷിലെ മൈഗ്രേഷനെയൊക്കെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ യൂസ് ചെയ്യുന്ന ടാഗുകളെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് കറക്റ്റായിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് കറക്റ്റായിട്ടുള്ളത് നോക്കിക്കേ. ദേ ഹാവ് ബാറ്ററി പവേർഡ് മൈക്രോചിപ്സ്. തെറ്റാണ് കേട്ടോ, ബാറ്ററി പവേർഡ് മൈക്രോചിപ്സ് ഒന്നുമില്ല. ദേ ക്യാൻ ബി റീഡ് വിത്ത് മൊബൈൽ ഫോൺ. അതും തെറ്റാണ്. മൊബൈൽ ഫോൺസ് ഒന്നും വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, റീഡ് ചെയ്യാൻ പറ്റത്തില്ല. ദേ ഇൻസേർട്ടഡ് ഇൻ ടു മസിൽ ഓർ ബോഡി ക്യാവിറ്റി. ബോഡി ക്യാവിറ്റിയിലോ മസിലിലോ ആണ് അവർ ഇൻസേർട്ട് ചെയ്യുന്നത്. അത് കൃത്യമാണ്. ബാക്കി നൺ ഓഫ് ദ എബോ. മനസ്സിലായല്ലോ. അപ്പോൾ മസിൽസിലാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. എന്താണ്,
പാസീവ് ഇൻ്റഗ്രേറ്റഡ് ട്രാൻസ്പോർട്ടേഴ്സ് ടാഗ്സ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. Choose the right option from the following statement about the giant freshwater prawn Macrobrachium rosenbergi larvae. Macrobrachium rosenbergi larvae പറ്റി കറക്റ്റ് ആയിട്ടുള്ളത് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ നോക്കിക്കേ. ദേ സ്വിം അപ്സൈഡ് ഡൗൺ. കറക്റ്റ് ആണ് കേട്ടോ. മാക്രോബ്രാക്കിയത്തിനെ കാണിച്ചു തരാം. ഇതാണ് മാക്രോബ്രാക്കിയം റോസൻബർഗി. നല്ല ലോങ് ആയിട്ടുള്ള ക്ലോസ് ഉള്ളവരാണ്. ഇവരാണ് അവരുടെ ലാർവൽ സ്റ്റേജസ് എന്ന് പറയുന്നത്. ഓക്കെ അപ്പം നോക്കിക്കേ. ദേ സ്വിം അപ്സൈഡ് ഡൗൺ. അവർ തല കുത്തനെ നീങ്ങാറുണ്ട്. ശരിയാണ്. അടുത്ത് ദേ ആർ റിയേർഡ് അറ്റ് സലിനിറ്റി ഓഫ് 12 ppt. എസ്വറൈൻ ആണ്. അപ്പോൾ 12 ppt സലൈനിൽ അവരുടെ ലാർവകൾ വളർത്താറുണ്ട്. കറക്റ്റാണ്. സോ ദേ ആർ കോമൺലി ഫെഡ് വിത്ത് ബ്രൈൻ ഷ്രിംപ് നൗപ്ലിയെ ആൻഡ് എഗ് കസ്റ്റാർഡ് ഇൻ ഹാച്ചറീസ്. ഹാച്ചറീസിൽ അവർക്ക് ബ്രൈൻ ഷ്രിമ്പിൻ്റെ നൗപ്ലിയ കുഞ്ഞുങ്ങളും അതുപോലെ എഗ് കസ്റ്റാർഡുമാണ് കൊടുക്കുന്ന ഫുഡായിട്ട്. കറക്റ്റാണ്. There are 11 സോയിറ്റ് സ്റ്റേജ് ഇൻ ലാർവൽ ഫേസ്. അവരുടെ ഫേസിൽ 11 സോയിറ്റ് സ്റ്റേജസും ഉണ്ട്. ഇതും കറക്റ്റാണ്. സോ ഓൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ. സോ ഇതിവിടെ ഓർത്ത് വയ്ക്കുക. മാക്രോബ്രാക്കിയം റോസൻബർഗി എന്ന് പറയുന്നത് ഒരു ജയൻറ്റ് ഫ്രഷ് വാട്ടർ പ്രോൺ ആണെന്നുള്ളത് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. അവരുടെ ലൈഫ് സ്റ്റൈലിൽ 11 സോയിൽ സ്റ്റേജ് ഉണ്ടെന്നുള്ളതും അവരെ 12 ppt സ്റ്റോർ ചെയ്യാറുള്ളതെന്നുള്ളത് ഓർത്ത് വയ്ക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ചൂസ് ദ സ്പീഷീസ് ഫോർ വിച്ച് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ. ഈ താഴെ തന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്പീഷീസ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പോയിന്റ്സ് നോക്കിക്കേ. ലാർവേ ആർ ഫെഡ് വിത്ത് റോട്ടിഫേഴ്സ് ഫോളോഡ് ബൈ ആർട്ടീമിയ നൗപ്ലേ. ആദ്യം ലാർവയ്ക്ക് ആർട്ടീമിയ നൗപ്ലേ കൊടുക്കും. പിന്നീട് എന്ത് കൊടുക്കും? റോട്ടിഫേഴ്സ് കൊടുക്കും. ഇതെല്ലാം ഈ ഫിഷിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഹാച്ചറീസിൽ കൊടുക്കുന്ന ഫീഡുകളാണ് കേട്ടോ. ആർട്ടീമിയ എന്ന് പറയുന്ന ഒരു ക്രസ്റ്റേഷ്യൻ ആണ്. റോട്ടിഫർ എന്ന് പറയുന്നത് ഒരു സൂപ്ലാങ്ക്ടൺ ആണ്. സൂപ്ലാങ്ക്ടൺ ആണ് റോട്ടിഫർ. ആർട്ടീമിയ എന്ന് പറയുന്ന ഒരു ക്രസ്റ്റേഷ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഹാച്ചറീസിൽ ഫിഷിന് കൊടുക്കുന്ന ഫുഡുകളാണ് കേട്ടോ. അപ്പോൾ ഇത് നോക്കിക്കേ. ഡ്യൂറിങ് ദ ഹാച്ചറി ഫേസ്. രണ്ടാമത്തെ എന്താ? ലാർവേ ആർ കാനിബാലിസ്റ്റിക്. കാനിബാലിസ്റ്റിക് എന്ന് വെച്ചാൽ എന്താ? ദേ ഫെഡ് ഓൺ ദെയർ ഓൺ സ്പീഷീസ്. അവരുടെ തന്നെ സ്പീഷീസിനെ അവരെന്ത് ചെയ്യും? കഴിക്കും. അതിനാണ് കാനിബാലിസ്റ്റിക് എന്ന് പറയുന്നത്. ഓക്കെ അത് കഴിഞ്ഞ് നോക്കിക്കേ. ദ റെഗുലർ സൈസ് ഗ്രേഡിങ് ഈസ് ഡൺ ഡ്യൂറിങ് ദ ലാർവൽ ഫേസ് ടു റിമൂവ് ഷൂട്ടേഴ്സ്. അതായത് ഇവരുടെ ലാർവ വളരുന്ന സമയത്ത് ചില ലാർവകൾ പെട്ടെന്ന് അൺകൺട്രോളബിൾ ആയിട്ട് ഒരു സൈസ് വയ്ക്കും. അതായത് പെട്ടെന്ന് അങ്ങ് വളരും. അങ്ങനെയുള്ളവരെയാണ് ഷൂട്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഷൂട്ടേഴ്സ് വളർന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കാനിബാലിസ്റ്റിക് ആണല്ലോ. അപ്പോൾ അവരുടെ തന്നെ കൂടെ വളരുന്നവരെ എന്ത് ചെയ്യും? പിടിച്ച് കഴിച്ച് കളയും. അപ്പം നമുക്ക് നഷ്ടം വരും. അങ്ങനെയുള്ളത് കൊണ്ടാണ് ഷൂട്ടേഴ്സിന് എന്ത് ചെയ്യുന്നത്? കറക്റ്റ് ഫേസിൽ റിമൂവ് ചെയ്ത് മാറ്റുന്നത്. സോ ഇതെല്ലാം കൃത്യമായിട്ട് വരുന്ന ആർക്കാണെന്നാണ് ചോദിക്കുന്നത്? ലാറ്റസ് കൽക്കാരിഫറിനാണ് കേട്ടോ. ലാറ്റസ് കൽക്കാരിഫർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. സ്റ്റോക്കിംഗ് മെറ്റീരിയൽ ഫോർ പിനേയസ് ഫന്നാമി കൾച്ചർ ഇൻ ഇന്ത്യ ഈസ് ഫുള്ളി ഡിപ്പെൻഡൻ്റ് ഓൺ. എന്തിലാണ്? ഇപ്പോൾ ഒരു പിനേയസ് ഫന്നാമി നമുക്ക് ഹാച്ചറിയിൽ വളർത്തണം. അങ്ങനെ വളർത്തുന്ന സമയത്ത് നമ്മൾ എന്ത് തരത്തിലുള്ള ബ്രൂഡായിരിക്കും അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ളതായിരിക്കും നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ എപ്പോഴും സ്പെസിഫിക് പാത്തജൻ ഫ്രീ ബ്രൂഡ് സ്റ്റോക്കിനെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഹാച്ചറിയിൽ ഫസ്റ്റ് സ്റ്റോക്ക് ചെയ്യുന്നത്. കാരണം ഒരു വൈറൽ ഫീവറോ അല്ലെങ്കിൽ വൈറൽ ഡിസീസുകളോ ബാക്ടീരിയ ഡിസീസുകളോ ഒന്നുമില്ലാത്ത പാത്തജൻ ഫ്രീ ആയിട്ടുള്ള ബ്രൂഡ് സ്റ്റോക്കിനെ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? ഫസ്റ്റ് സ്റ്റോക്കിംഗ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യത്തുള്ളൂ. അത് പിനേയസ് ഫന്നാമയെന്ന് മാത്രമല്ല, എന്ത് കൾച്ചറിലായാലും നമ്മളെപ്പോഴും എന്താ സ്പെസിഫിക് പാത്തജൻ ഫ്രീ ബ്രൂഡ് സ്റ്റോക്ക് നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കാർപ്സ് പ്രിഫർ ടു ഫീഡ് ഓൺ ഡെട്രീറ്റസ്. ഇതിൽ താഴെ പറഞ്ഞിട്ടുള്ളതിൽ ഡെട്രീറ്റസിനെ കഴിച്ച് ജീവിക്കുന്നവർ ആരെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കാർപ്പുകളെല്ലാം കൃത്യമായിട്ട് പഠിക്കണം. ടീനോഫാരിംഗോഡിന് ഹിഡില്ല എന്ന് പറയുന്ന ഗ്രാസ് കാർപ്പാണ്. ദേ ആർ ഹെർബിവോർ. അപ്പം എന്ത് കാർപ്പാണെന്നുള്ളതും പഠിക്കണം. അവരെന്ത് ടൈപ്പ് ഫുഡാണ് കഴിക്കുന്നതെന്നും കൃത്യമായിട്ട് പഠിക്കണം. ടീനോഫാരിംഗോൺ ഐഡല്ല, ഗ്രാസ് കാർപ്പ് ഹെർബിവോർ ആണ്. ലാബിയോ കട്ട്ല നമ്മുടെ കട്ട്ലയാണ് കേട്ടോ. സാധാരണ കട്ട്ല കാർപ്പാണ്.
സർഫസ് ഫീഡറാണ്, അവർ സൂപ്പ് പ്ലാങ്ക്ടൺസിനെയാണ് കഴിക്കുന്നത്. അടുത്ത് വരുന്നത് നോക്കിക്കേ, ഹൈപ്പോതാൽമിക്റ്റിസ് മോളിട്രിക്സ്, സിൽവർ കാർപ്പാണ്, ഫൈറ്റോ പ്ലാങ്ക്ടൺസിനെയാണ് കഴിക്കുന്നത്. സോ ഇവിടെ വരുന്നത് സിർഹോസസ് ആണ്, മൃഗങ്ങളാണ്, അത് ബോട്ടം ഫീഡേഴ്സ്. ബോട്ടം ഫീഡേഴ്സ് എന്ന് പറയുമ്പോൾ കൂടുതൽ ഡ്രഡ് ഈറ്റേഴ്സ് ആയിരിക്കും കഴിക്കാം. ഓക്കെ, ഓർത്ത് വയ്ക്കുക. ടീനോഫാരിംഗിഡോൺ, നൈഡല്ല, ഗ്രാസ് ഹാർപ്പ് ഹെർബിവോർ, ലാബിയോ കട്ല സർഫസ് ഫീഡറാണ്, സൂപ്പ് പ്ലാങ്ക്ടൺസ്. അടുത്ത് ഹൈപ്പോതാൽമിക്റ്റിസ് മോളിട്രിക്സ് എന്ന് പറയുന്ന സിൽവർ കാർപ്പാണ്, ഫൈറ്റോ പ്ലാങ്ക്ടൺസ് ആണ് കഴിക്കുന്നത്. സിർഹോസസ് മൃഗാളാണ്, ബോട്ടം ഫീഡറാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. An intensive aquaculture system that uses bacteria, algae and protozoa held together in a matrix along with the particulate organic matter for the maintenance of water quality, waste recycling and disease prevention. അതായത് ഇതൊരു എന്താ പറയുക, ഒരു കൂട്ടമാണല്ലേ. ബാക്ടീരിയ, ആൽഗെ, അതുപോലെ പ്രോട്ടോസോവ എല്ലാത്തിനെയും ഒരൊറ്റ മിക്സ്ചറായിട്ട് ഉപയോഗിച്ച് അവിടെ തന്നെ എല്ലാ ഫങ്ഷനും നടക്കും. വാട്ടർ സൈക്ലിംഗ് നടക്കും, വാട്ടർ ക്വാളിറ്റി മെൻഷർ ചെയ്യും, അതുപോലെ തന്നെ എന്താ വേസ്റ്റ് എല്ലാം റീസൈക്കിൾ ചെയ്യും, ഡിസീസ് എല്ലാം പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ ഇതിനെ ഒരു ഹോൾ പാക്കേജ് ആയിട്ട് വരുന്ന അക്വാകൾച്ചർ സിസ്റ്റം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബയോഫ്ലോക്ക് ടെക്നോളജിയാണ്. റാസ് അറിയാലോ, റീസർക്കുലേറ്ററി അക്വാകൾച്ചർ സിസ്റ്റമാണ് റാസ്. അക്വാപോണിക്സ് അറിയാലോ, മണ്ണില്ലാതെ ചെടികൾ, ഈ എന്താ ഫിഷിൻ്റെയൊക്കെ വേസ്റ്റിന് ന്യൂട്രിയൻസ് ആയിട്ട് വലിച്ചെടുത്ത് മണ്ണില്ലാതെ ചെടി വളർത്താൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് അക്വാപോണിക്സ് എന്ന് പറയുന്നത്. ബയോ റെമഡിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ്സിൻ്റെ സഹായത്തോടു കൂടി എന്തെങ്കിലുമൊക്കെ കെമിക്കൽസ് മണ്ണിൽ നിന്ന് മാറ്റുന്നതൊക്കെയാണ് ബയോ റെമഡിയേഷൻ. അപ്പോൾ ഇവിടെ വരുന്നത് ബയോഫ്ലോക്ക് ടെക്നോളജിയാണ്. സോ നമ്മൾ ഒരു 25 ക്വസ്റ്റ്യൻസോളം നമ്മളിവിടെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റും കൂടെ അതിൻ്റെ കൂടെ പറഞ്ഞു പോയിട്ടുണ്ട്. സോ നിങ്ങൾ കൃത്യമായിട്ട് നോക്കി തന്നെ പഠിക്കുക. സോ എല്ലാവരും നല്ലപോലെ പഠിക്കുക. താങ്ക് യു.